എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കുട്ടികളെ കാണാതെ പോകുന്ന കുട്ടികളെ ക്ലോറോഫോം മണപ്പിച്ച് ശാലിനി നമ്മുടെ സുസ്മിതയുടെ ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു എപ്പിസോഡായിരുന്നു. ശാലിനി അവിടെ കുട്ടികളെ ആദരിക്കുന്നതും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. പിന്നെ സുബൈറിനോട് നമ്മുടെ നസീറിൻ്റെ ഉമ്മ മാപ്പൊക്കെ പറയുന്ന രംഗങ്ങളും നൂറിനെ എങ്ങനെ രക്ഷിക്കാമെന്നൊക്കെ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു എപ്പിസോഡ് മാത്രമായിരുന്നു ഇന്ന്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ശാലിനിയും വിഷ്ണുവും നമ്മുടെ കുട്ടികളെ ആദരിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അവിടെ കാണത്തില്ല. അങ്ങനെ എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുകയാണ്. എവിടെ പോയി എന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങളെ ആര് കൊണ്ടുപോയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ശാലിനി അറിയിക്കുകയും ചെയ്യുന്നു. വീട്ടിലും വിളിക്കുന്നു, ഇങ്ങനെ പപ്പയും സത്യയും കാണാനില്ല എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്, അവർ ഓടി നടന്ന് അന്വേഷിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഉപേന്ദ്രനാണെങ്കിൽ രോഹിത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ എഴുതി തന്ന സ്വത്ത് തിരികെ എനിക്ക് എഴുതി തരണം, അല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. അങ്ങനെ തമ്മിൽ വാക്തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഉപേന്ദ്രനും നമ്മുടെ ചന്ദ്രബോസ് എല്ലാം കൂടെ വരികയാണ്. അപ്പോൾ അവിടെ സുസ്മിത എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ രോഹിത്തിനെ തല്ലി ശരിയാക്കിയാണ്. ആദ്യം ഒരു വടിയെടുത്ത് തലക്കിട്ടൊക്കെ അടിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറയുന്നൊക്കെയുണ്ട്. ഈ സ്ഥലത്തിന് വേണ്ടിയാണ്, പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് വന്ന കാര്യം അന്നേരം പറയുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ രോഹിത്തിനെ ആദ്യം തല്ലി താഴെ വീഴ്ത്തുകയാണ്. നല്ല അടിയൊക്കെ കൊടുത്ത് താഴോട്ട് രോഹിത്ത് വീഴുകയാണ്. രോഹിത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ചന്ദ്രബോസ് ഒരു കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. കത്തിയെടുത്ത് കുത്തുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മുടെ രോഹിത്തിനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടുകയാണ് ബോസ്. ഇതെല്ലാം കണ്ട് നമ്മുടെ സുസ്മിത ആസ്വദിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ കുട്ടികളെ കാണാതെ വിഷമിക്കുന്ന വിഷ്ണു തപ്പി നടക്കുകയാണ്. കാരണം ഈ സുസ്മിത നമ്മുടെ ഈ ഗുണ്ടകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ഈ സന്ധ്യ ആകുമ്പോൾ മാത്രമേ കുട്ടികളെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കുട്ടികളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സുസ്മിതയുടെ അടുത്ത്. കാരണം ഈ കുട്ടികളെ വെച്ചിട്ട് വേണം അവർക്ക് ഈ സ്വത്ത് എഴുതിയെടുക്കാൻ. അതാണ് അവരുടെ പ്ലാനിങ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. പക്ഷേ അതിനിടയ്ക്ക് വിഷ്ണു ചെന്ന് എന്തായാലും കുട്ടികളെ കണ്ടുപിടിച്ച് രക്ഷിക്കും ഉറപ്പായിട്ടും. അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളത്തെ നല്ലൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.